ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ച വർഷം ഏത്? ഉത്തരം 2024. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം മൈത്രി 2. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി എന്നീ 4 നഗരങ്ങളിൽ വെച്ചാണ് 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം വീരമംഗൈ. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ്. ഉത്തരം അമൃത് ഭാരത് എക്സ്പ്രസ്. അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുലരി വിരിയും മുമ്പേ എന്ന നോവലിന്റെ രചയിതാവ് ആര്? ഉത്തരം ജയാനന്ദൻ. കൊലക്കേസ് പ്രതിയായി ജയിലിൽ കഴിയുന്ന വ്യക്തിയാണ് റിപ്പർ ജയാനന്ദൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടർ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ആര്? ഡോക്ടർ വിഭ. സർക്കാർ ജീവനക്കാർക്ക് ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കുവാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ക്രഷ്. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 24. ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരിക്കാരുള്ള ലോക നേതാവ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര്? ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയയ്ക്കു നൽകിയ പേര് എന്താണ്? ഉത്തരം പാൻഡോവ ടാഗോറി. രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാവുന്നത് എവിടെയാണ്? 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരം. അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരത്തിന്റെ പേര്? ഉത്തരം പെൻ ഡ്രൈവ്. കേരളത്തിൽ ആദ്യമായി ജനിതക രോഗചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി ജനിതക രോഗചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം SAT ഹോസ്പിറ്റൽ, ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലാണ് കേരളത്തിൽ ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത്. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാവുന്ന നഗരം? ഉത്തരം ന്യൂഡൽഹി. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സർവകലാശാല? ഉത്തരം കേരള സർവകലാശാല. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം സുജലം. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ AC ഡബിൾ ഡെക്കർ ബോട്ട്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ AC ഡബിൾ ഡെക്കർ ബോട്ടിന്റെ പേര്? ഉത്തരം ഇന്ദ്ര. അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കരിവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം.
കോഴിക്കോട് ജില്ലയിലെ കരിവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിനാണ് അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത്. റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം. റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം. ഉത്തരം ഉമ. ഇതുപ്രകാരം സംസ്ഥാനത്ത് എവിടെ ഉമ നെൽകൃഷി ഉണ്ടെങ്കിലും ബഹിരാകാശ സ്പെക്ട്രൽ ലൈബ്രറിയിലൂടെ അത് അറിയുവാൻ സാധിക്കും എന്നതാണ്. 2023 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ യുദ്ധക്കപ്പൽ. 2023 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ യുദ്ധക്കപ്പൽ. ഉത്തരം INS ഇംഫാൽ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ. ഉത്തരം ഓക്സോ മീറ്റ് അറ്റ് 23. ദേശീയ സദ്ഭരണ ദിനം എന്നാണ്? ദേശീയ സദ്ഭരണ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 25. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനമായി ആചരിക്കുന്നത്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നടനും DMDK നേതാവുമായ വ്യക്തി. ഉത്തരം വിജയ്കാന്ത്. 2023 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം ഡോക്ടർ B. ഇക്ബാൽ. മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം. ഉത്തരം ബജ്രംഗ് പുനിയ. അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേര്. അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേരെന്താണ്? ഉത്തരം മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി. അടുത്തിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി. ഉത്തരം പ്രമോദ് അഗർവാൾ. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം. ഉത്തരം സീ സ്പേസ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് പുരസ്കാരം 2023 ലഭിച്ച വിമാനത്താവളം. ഉത്തരം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ബംഗളൂരിലാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ച ബദിര ഒളിമ്പിക്സ് മെഡൽ ജേതാവ്. ഉത്തരം വീരേന്ദ്ര സിംഗ് യാദവ്.